വന്നാൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഒരുപാട് പേര് എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ തുടക്കം കാണുമ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ടിലിരിക്കുന്നവർ കാണും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ആൾജിബ്രയുടെ ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊന്നുമില്ല. ചിലർക്ക് എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കേ, എം എക്സ് റേസ് ടു എം മൈനസ് എൻ എക്സ് റേസ് ടു എൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വാട്ട്സ് ദ വാല്യൂ ഓഫ് ഇതാണ് ഇൻ ടേംസ് ഓഫ് എക്സ് റേസ് ടു എൻ. അപ്പോൾ എക്സ് റേസ് ടു എന്നിൻ്റെ ടേംസിൽ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇവിടെ ഓപ്ഷനകത്തെല്ലാം എക്സ് റേസ് ടു എന്നിലോട്ട് എന്ത് ചെയ്യണം, നമ്മളിതിനെ മാറ്റണം. അപ്പോൾ എക്സ് റേസ് ടു എന്നിലോട്ട് മാറ്റണമെങ്കിലേ ഈ എക്സ് റേസ് ടു എമ്മിനെ എന്ത് വാല്യൂ കൊടുക്കുക എന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പ്രാക്ടീസ് അല്ല, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നല്ല ക്ലാസ്സുകൾ കണ്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ എം എക്സ് റേസ് ടു എൻ ഈക്വൽ ടു ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ എൻ എക്സ് റേസ് ടു എൻ എന്ന് വരും. അപ്പോൾ എക്സ് റേസ് ടു എമ്മിനെ എനിക്ക് എങ്ങനെ എഴുതാം, എൻ ബൈ എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് എഴുതാം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. എക്സ് റേസ് ടു എൻ എം മാത്രം ഇവിടെ നിർത്തുന്നു, മൈനസ് എൻ എക്സ് റേസ് ടു എൻ ഇപ്പുറത്ത് വരുന്നു, എം താഴെ വരുന്നു. അതെടുത്തിട്ട് ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുക്കുന്ന സമയത്ത് 1 ബൈ എക്സ് റേസ് ടു എമ്മിന് പകരം എൻ ബൈ എം ഇൻറ്റു എക്സ് റേസ് ടു എൻ. അപ്പോൾ ആ എക്സ് റേസ് ടു എൻ ഞാൻ കോമൺ എടുക്കുന്നു, ഇവിടെ +1 വരും, ഇവിടെ എക്സ് റേസ് ടു എൻ വരും. അതേപോലെ ഇവിടെ 1 ബൈ എക്സ് റേസ് ടു എൻ ബൈ എം, ഇവിടെ മൈനസ് വരുമെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല, -1 എന്ന് വരും. അപ്പോൾ ഇവിടെ ഞാനിവിടെ 1 ബൈ എക്സ് റേസ് ടു എൻ എന്ത് ചെയ്യുന്നു, ഞാൻ കോമൺ എടുക്കുന്നു. അതെല്ലായിടത്തും 1 ബൈ എക്സ് റേസ് ടു എൻ ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല, അപ്പോൾ ഈ ഓപ്ഷൻ ഇല്ല, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇനി നമുക്ക് വേറൊരു കളർ എടുക്കാം. ഇനി നമുക്ക് ഈ അടിയിൽ തൊള്ളനെ സോൾവ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരുപാട് സ്റ്റെപ്പൊന്നും എഴുതണ്ട. ഇവിടെ n പ്ലസ് എമ്മും ഇവിടെ n മൈനസ് എമ്മും വരും. അപ്പോൾ n പ്ലസ് എം ബൈ എം ആണ്, ആ എം മേളിൽ പോവും. ഇവിടെയും n മൈനസ് എം ബൈ എം ആണ്, ആ എം മേളിൽ പോവും. ഡിവൈഡഡ് ബൈ ഓക്കെ പ്ലസ് കിടക്കും. ഓക്കെ, ഇപ്പോൾ പ്ലസ് എഴുതേണ്ടി വരും. അപ്പോൾ ഇതേ ഡിവൈഡഡ് ബൈ ഇവിടെ n പ്ലസ് എമ്മും, ഇതേ ഡിവൈഡ് ബൈ ഇവിടെ n മൈനസ് എമ്മും. അപ്പോൾ n പ്ലസ് എമ്മും n മൈനസ് ഉണ്ട്, n സ്ക്വയർ മൈനസ് എം സ്ക്വയർ ആണ് വരുന്നത്. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ഡി ഉള്ളൂ. കഴിഞ്ഞു, എൻ്റെ സൊല്യൂഷൻ കഴിഞ്ഞു. അടിയിൽ എന്ത് വരും, n പ്ലസ് എം ഇൻറ്റു n മൈനസ് എം, n സ്ക്വയർ മൈനസ് എം സ്ക്വയർ വരും. അല്ലെങ്കിൽ ഇത് ഫുള്ള് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ബൈ എക്സ് റേസ് ടു എൻ എഴുതി, ഇവിടെ എന്ത് വരും, mn പ്ലസ് mn പ്ലസ് mn, അപ്പോൾ 2mn വരും. ഇവിടെ മൈനസ് എം സ്ക്വയറും പ്ലസ് എം സ്ക്വയറും വെട്ടിപ്പോവും, താഴെ n സ്ക്വയർ മൈനസ് എം സ്ക്വയർ എന്ന് വരും. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റിനകത്ത് പാനിക്കാവുകയല്ല വേണ്ടുന്നത്. ഇതിനകത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഒരു വഴി അവിടെ കാണും, ആ വഴി എന്ത് ചെയ്യുക, നിങ്ങളത് കണ്ടുപിടിക്കുക. നിങ്ങൾക്കത് പറ്റും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ അത് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും സെറ്റായിട്ട് എവിടെയും കിട്ടാത്ത രീതിയിലുള്ള കംപ്ലീറ്റ് ക്ലാസ് ഓൾറെഡി ചാനലിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. കംപ്ലീറ്റ് മാത്സ്, കംപ്ലീറ്റ് ഇംഗ്ലീഷ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക. ഓൾ ദി ബെസ്റ്റ്.